നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ളതല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഔദ്യോഗിക സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് മാത്രമേ സ്കൂളുകളിലേക്കും ക്ലാസ് മുറികളിലേക്കും പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചു. ക്ലാസ് മുറികളിലും സ്കൂളുകളുടെ പരിസരത്തും രാഷ്ട്രീയ നേതാക്കളുടെ ജന്മദിനം ആഘോഷിക്കാനും നിരോധനം ഏർപ്പെടുത്തിയതായി ഉത്തരവിലുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ മുക്തമാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നും ഉത്തരവിൽ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനായി മുഴുവൻ രക്ഷകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കണമെന്നും രാജ്മോഹൻ സർക്കുലറിൽ ആവശ്യപ്പെട്ടു. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇന്ന് നടന്ന ചർച്ച പരാജയപ്പെട്ടു. ഈ മാസം 20-ന് വീണ്ടും ചർച്ച നടക്കും. അടുത്ത ചർച്ച വരെ ജീവനക്കാർ വീട്ടിലിരിക്കട്ടെ എന്നാണ് കമ്പനി നിലപാടെന്നും ഇക്കാര്യത്തിൽ സർക്കാർ എതിർപ്പ് അറിയിച്ചെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പിരിച്ചുവിടലിന് കാരണമായതെന്ന് കമ്പനിയുടെ ന്യായീകരണം. മറ്റു സംസ്ഥാനങ്ങളിലും പിരിച്ചുവിടൽ നടന്നെന്നും കമ്പനി ചർച്ചയിൽ വിശദീകരിച്ചു. ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ ആദ്യം മുതൽ തന്നെ ഇടപെടൽ നടത്തിയെന്ന് തൊഴിൽ മന്ത്രി പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായി. സ്ഥാപനം കേരളത്തിൽ നിലനിർത്താൻ എന്ത് സഹായവും ചെയ്തു നൽകാൻ സർക്കാർ തയ്യാറാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. മുഖ്യമന്ത്രിയെക്കുറിച്ച് തന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി കോൺഗ്രസ് നേതാവ് VM സുധീരൻ. താൻ ഫേസ്ബുക്കിലോ മറ്റു പൊതുവേദികളിലോ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാത്ത കാര്യങ്ങളാണ് തന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനും വിദ്വേഷവും പ്രകോപനവും വളർത്താനുമുള്ള ഹീനമായ ശ്രമമാണ് ഈ പോസ്റ്റിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നു മുതൽ പ്രാഥമിക അന്വേഷണം ആരംഭിക്കും. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന പ്രത്യേക യോഗത്തിൽ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വിവാദമായ പരീക്ഷകളുടെ വിശദമായ രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളാകും പ്രത്യേക സംഘം ആദ്യം പരിശോധിക്കുക. മുളന്തുരുത്തിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ കൊലപാതകം. കൊല്ലം മയ്യനാട് സ്വദേശി മുജീബാണ് കൊല്ലപ്പെട്ടത്. സഹപ്രവർത്തകനായ പ്രദീപ് അടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുളന്തുരുത്തിയിലെ ഞണ്ടുകാട് തുരുത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. കാഞ്ഞിരമറ്റം ഞണ്ടുകാട് തുരുത്തിൽ സ്വകാര്യ റിസോർട്ടിന്റെ നിർമ്മാണ ജോലിക്കായി എത്തിയവരാണ് കൊല്ലപ്പെട്ട മുജീബും പ്രദീപും മറ്റു പ്രതികളും. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കത്തിനിടെ മുജീബിനെ പ്രതികൾ മർദ്ദിക്കുകയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് നേരെ വധഭീഷണി. വ്യാഴാഴ്ച വൈകുന്നേരം 4:30യോടെയാണ് MLAയെ ഫോണിൽ വിളിച്ച് അജ്ഞാതൻ അസഭ്യവർഷം നടത്തുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത്. ഒരു തൊഴിൽ ആവശ്യം ഉന്നയിച്ചാണ് അപരിചിതനായ വ്യക്തി MLAയെ ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടത്. എന്നാൽ ജോലി നൽകാനുള്ള മാർഗമില്ലെന്ന് MLA അറിയിച്ചതോടെ ഫോൺ കട്ട് ചെയ്യുകയും ഉടൻ തന്നെ വീണ്ടും വിളിച്ച് ഭീഷണി മുഴക്കുകയുമായിരുന്നു. കേരള BJPക്ക് ഡൽഹിയിൽ പുതിയ കാര്യാലയം വരുന്നു. സൗത്ത് അവന്യൂവിൽ 139-ാം ക്വാർട്ടേഴ്സാണ് കേരള BJPയുടെ കാര്യാലയമായി പ്രവർത്തിക്കുക. BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസിനാണ് ഓഫീസിന്റെ ചുമതല. കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെത്തിക്കാൻ ഡൽഹിയിൽ ഓഫീസ് പ്രവർത്തിക്കുമെന്നും കേന്ദ്ര പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ലേസൺ ഓഫീസായിരിക്കും ഇതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മരിച്ചവരുടെ എണ്ണം 7 തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. കള്ളാടിയിലെ തിരച്ചിൽ ഇന്ന് 4ാം ദിവസമാണ്. വ്യാഴാഴ്ച നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹം ലഭിച്ചിരുന്നു. കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയായ ദിലീപ് ബിൽക്കോണിന്റെ തൊഴിലാളികളാണ് ദുരന്തത്തിൽപ്പെട്ടത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മാല മോഷ്ടിച്ചെന്നാരോപിച്ച് യുവതിയെ സഹോദരനും ഭാര്യയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പറവൂർ നന്ദികുളങ്ങരയിലാണ് സംഭവം. യുവതിയുടെ സഹോദരൻ ജെയ്സൺ, ഭാര്യ എന്നിവർക്കെതിരെയാണ് പറവൂർ പോലീസ് കേസെടുത്തത്. യുവതിയെ ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എന്നാൽ മോഷണം പോയെന്ന് പ്രതികൾ അവകാശപ്പെട്ട മാല പിന്നീട് കട്ടിലിനടിയിൽ നിന്ന് കണ്ടെത്തി. ഇത് മുക്കുപണ്ടമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സഹോദരിക്ക് നൽകാനുള്ള 1 ലക്ഷം രൂപ കൊടുക്കാതിരിക്കാൻ ബോധപൂർവം കെട്ടിച്ചമച്ച വ്യാജ പരാതിയായിരുന്നു മോഷണക്കഥയെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്.
500 രൂപ നഷ്ടം വരുത്തിയെന്ന കുറ്റത്തിന് 5 വർഷം മുമ്പ് പിടിച്ചെടുത്ത മണ്ണുമാന്തി യന്ത്രം ഇനിയും വിട്ടു നൽകാത്ത വനംവകുപ്പിനെതിരെ ജനരോഷം കനത്തതോടെ വനം മന്ത്രി ഷിബു ബേബി ജോൺ ഇടപെടുന്നു. പ്രശ്നത്തിൽ ഇടപെടുന്ന വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രസ്താവന കഞ്ഞിക്കുഴി പഴയരിക്കണ്ട സ്വദേശി അജീഷിന് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. 2020 കഞ്ഞിക്കുഴിയിൽ ഒരാളുടെ വീട് നിർമ്മാണത്തിനായി മണ്ണു മാറ്റുന്നതിനിടെ വനംവകുപ്പിന്റെ സ്ഥലമാണെന്ന അവകാശവാദം ഉന്നയിച്ച് വനംവകുപ്പ് പിടികൂടിയ JCB ആണിത്. 5 വർഷമായിട്ടും വിട്ടുകൊടുക്കാത്തതിനെതിരെ അജീഷ് കഴിഞ്ഞ ദിവസം തുരുമ്പിച്ചു തുടങ്ങിയ മണ്ണുമാന്തി യന്ത്രത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിലേക്ക്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് വിജയിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി മുതലാക്കാൻ എംബാപ്പയ്ക്ക് സാധിച്ചില്ല. മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയുടെ മികച്ച സേവുകളും ആദ്യ പകുതിയിൽ ശ്രദ്ധ നേടി. എന്നാൽ രണ്ടാം പകുതിയിൽ പൂർണ്ണമായും ഫ്രാൻസ് കളം നിറഞ്ഞു കളിച്ചു. 60-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ഫ്രാൻസിനായി ആദ്യ ഗോൾ നേടി. 66-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലെയും ഗോൾ നേടിയതോടെ ഫ്രാൻസ് വിജയമുറപ്പിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.